ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇൻകം ഫ്രം സാലറിയിലെ പെർക്വിസിറ്റ്സ് എന്താണെന്നാണ്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Perquisites. Perquisites are defined as any casual emolument or benefit attached to an office or position in addition to salary or wages. അതായത് സാലറി അല്ലെങ്കിൽ വേജസിന് പുറമെ എംപ്ലോയീസിന് കിട്ടുന്ന കാഷ്വൽ ഇമോളുമെൻ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. പെർക്വിസിറ്റ്സ് മേ ബി ഇൻ ക്യാഷ് ഓർ ഇൻ ദ ഫോം ഓഫ് ഫെസിലിറ്റീസ് ഓർ അമ്യൂണിറ്റീസ്. ഇത് ക്യാഷിൻ്റെ രൂപത്തിൽ തന്നെ ക്യാഷായിട്ട് തന്നെ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഫെസിലിറ്റീസ് ആയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് ആയിട്ടൊക്കെ നമുക്ക് പെർക്വിസിറ്റ്സ് കിട്ടാം. പെർക്വിസിറ്റ്സ് മേ ബി പ്രൊവൈഡഡ് ടു എൻ എംപ്ലോയി ആസ് എ പാർട്ട് ഓഫ് സർവീസ് പാക്കേജ് ആൻഡ് സംടൈംസ് അതർവൈസ്. ചിലപ്പോൾ ഇത് എംപ്ലോയീസിൻ്റെ ആ ഒരു സർവീസ് പാക്കേജിൽ ഉൾപ്പെടുന്നതായിരിക്കും, അല്ലാതെ എംപ്ലോയീസിന് പെർക്വിസിറ്റ്സ് കിട്ടാം. ഇനി പെർക്വിസിറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെയിനായിട്ട് 3 തരത്തിലാണ്. ഒന്ന്, എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ് വിച്ച് ആർ ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് എവരി എംപ്ലോയി. രണ്ടാമത്തത് പെർക്വിസിറ്റ്സ് വിച്ച് ആർ ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ്. മൂന്നാമത്തത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് വിച്ച് ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സ് ഫോർ ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസും എക്സംഷൻ ഉള്ള അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടാത്ത പെർക്വിസിറ്റ്സ്. ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ് ആണ്. ഒന്ന്, റെൻറ്റ് ഫ്രീ ഹൗസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. നമുക്കറിയാം RFA, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ബാക്കി കണ്ടീഷനും കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. പിന്നെ ഹൗസ് പ്രൊവൈഡ് അറ്റ് കൺസെഷൻ റേറ്റ്. കൺസെഷൻ റേറ്റിന് ഒരു വീട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫെസിലിറ്റിയാണ്, പെർക്വിസിറ്റ്സ് ആണ്. അത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ എനി ഒബ്ലിഗേഷൻ ഓഫ് എംപ്ലോയി ഡിസ്ചാർജ്ഡ് ബൈ എംപ്ലോയർ. എക്സാമ്പിൾ, പേയ്മെൻറ്റ് ഓഫ് ക്ലബ് ഓർ ഹോട്ടൽ ബിൽസ് ഓഫ് ആൻ എംപ്ലോയി, സാലറി ടു ഡൊമസ്റ്റിക് സെർവൻസ് എൻഗേജ്ഡ് ബൈ എംപ്ലോയി, പേയ്മെൻറ്റ് ഓഫ് സ്കൂൾ ഫീസ് ഓഫ് എംപ്ലോയീസ് ചിൽഡ്രൻ എക്സെട്ര. അതായത് എംപ്ലോയിയുടെ എന്ത് പേയ്മെൻറ്റും എംപ്ലോയർ അടക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്. അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. ഇനി സം പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ഓൺ ദി ലൈഫ് ഓഫ് എംപ്ലോയി. എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ എമൗണ്ട് എംപ്ലോയർ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആണ്, നമ്മൾ ടാക്സ് കൊടുക്കണം. ദെൻ നോട്ടിഫൈഡ് ഫ്രിഞ്ച് ബെനിഫിറ്റ്, അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷൻ ലോൺസ് ടു എംപ്ലോയീസ്, യൂസ് ഓഫ് മൂവബിൾ അസറ്റ്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുള്ളതിൽ ഈ ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ ലോണുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലോൺ എടുക്കുന്നത് 20,000-ൽ കുറവാണെങ്കിൽ അത് ടാക്സബിൾ അല്ല, അത് ടാക്സ് ഫ്രീ ആണ്. അതായത് ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ ലോണ് 20,000-ൽ കുറവാണ് എമൗണ്ട് എങ്കിൽ അത് ടാക്സബിൾ അല്ല. 20,000-ൽ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് എത്രയാണോ സിമിലർ ലോണിന് SBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ടാക്സബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ ലോൺ നമ്മൾ നോക്കേണ്ടത് ലോൺ എമൗണ്ട് 20,000-ൽ കൂടുതലാണോ നോക്കുക. 20,000-ൽ കൂടുതലാണ് ലോൺ എമൗണ്ട് എങ്കിൽ അതേ ലോണിന് അതായത് അതേ സിമിലർ ലോണിന് SBI എത്രയാണോ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, അതാണ് നമ്മുടെ ടാക്സബിൾ എമൗണ്ട് ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി CBDT സ്പെസിഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഡിസീസസിന് വേണ്ടിയിട്ടാണ്, ഏതെങ്കിലും അസുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലോൺ എടുക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ അല്ല, അത് ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ള ഇൻട്രസ്റ്റ് ഫ്രീ കൺസെഷൻ ലോൺ. ഇനി പെർക്വിസിറ്റ്സ് ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ 5 കാര്യമാണ് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ്. ഇനി സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രം ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ് ആണ്. ഇനി സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നോക്കാം. നമ്മൾ പറയുന്നത് ഹിസ് ഡയറക്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ദെൻ ഹി ഹോൾഡ്സ് 20% or more ഓഫ് ഇക്വിറ്റി വോട്ടിംഗ് പവർ ഇൻ ദ കമ്പനി. അതായത്
20% എന്താണ് വോട്ടിംഗ് പവർ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിനെ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ പറയുന്നത് ഹിസ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ് എക്സീഡ്സ് 50,000. അതായത് നമ്മുടെ സെക്ഷൻ 16 പ്രകാരം നമുക്ക് ഇൻകം ഫ്രം സാലറിയിൽ ഗ്രോസ് സാലറിയിൽ നമ്മൾ കുറച്ച് ഡിഡക്ഷൻസ് കുറക്കാറുണ്ട്. കുറച്ച് നല്ല 3 ഡിഡക്ഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000, പിന്നെ എന്താണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസും അതേപോലെ പ്രൊഫഷണൽ ടാക്സും. ഈ 3 ഡിഡക്ഷനാണ് നമ്മൾ മെയിനായിട്ട് സാലറിയിൽ നിന്ന് കുറക്കുന്നത്. ഈ 3 ഡിഡക്ഷൻസ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞാൽ 50,000 കൂടുതലാണെങ്കിൽ അവർ നമുക്ക് സ്പെസിഫൈഡ് എംപ്ലോയി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ദ ഫോളോയിങ് പെർക്വിസിറ്റ്സ് ആർ ടാക്സബിൾ ഇൻ ദ കേസ് ഓഫ് സച്ച് എംപ്ലോയീസ്. എന്താണ് സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിൽ ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ് ആണ്. ഒന്ന്, ഫ്രീ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ സപ്ലൈ ഫോർ ഹൗസ് ഹോൾഡ് കൺസംഷൻ. എന്താണ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ സപ്ലൈ ഒക്കെയുള്ള അതിൻ്റെ എന്താണ് എമൗണ്ട്. ദെൻ ഫ്രീ ഓർ കൺസെഷണൽ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ടു ദി മെമ്പേഴ്സ് ഓഫ് എംപ്ലോയീസ് ഹൗസ് ഹോൾഡ്. എംപ്ലോയിയുടെ വീട്ടിലെ മെമ്പേഴ്സിന് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് കിട്ടുന്നത് അത് ടാക്സബിൾ ആണ്. കാർ ഓർ എനി അതർ ഫ്രീ ഓർ കൺസെഷണൽ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. കാർ അല്ലെങ്കിൽ മറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കിട്ടുവാണെങ്കിൽ അത്. ദെൻ സാലറി ഓഫ് സ്വീപ്പർ, വാച്ച്മാൻ, ഗാർഡനർ ഓർ പേഴ്സണൽ അറ്റൻഡൻറ്റ് പ്രൊവൈഡ് ടു ദി എംപ്ലോയി. സ്വീപ്പറിൻ്റെയും വാച്ച്മാൻ്റെയും ഗാർഡനറിൻ്റെയും പേഴ്സണൽ അറ്റൻഡൻറ്റിൻ്റെയും സാലറി. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റി. ഇത്രയുമാണ് സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിൽ ടാക്സബിൾ ആവുന്ന പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് പെർക്വിസിറ്റ്സ് വിച്ച് ആർ ടാക്സ് ഫ്രീ. എന്താണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആയതെന്ന് നമുക്ക് പറയാം. ഒന്ന്, പ്രൊവിഷൻ ഫോർ മെഡിക്കൽ ഫെസിലിറ്റീസ് സബ്ജക്റ്റ് ടു ലിമിറ്റ്. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഈ മെഡിക്കൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് മെഡിക്കൽ ബെനിഫിറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത് ഒന്ന്, എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. അതേപോലെ ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്. ഇനി ടീ ഓർ സ്നാക്സ് പ്രൊവൈഡഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്. ദെൻ ഫ്രീ മീൽസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് ഇൻ എ റിമോട്ട് ഏരിയ ഓർ ആൻ ഓഫ് ഷോർ ഇൻസ്റ്റാളേഷൻ. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പെർക്വിസിറ്റ്സ് അലൗഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ ദ ഗവൺമെൻറ് ടു എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഫോർ റെൻഡറിങ് സർവീസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളത് അലൗ ചെയ്തിട്ടുള്ള പെർക്വിസിറ്റ്സ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം. അതായത് സ്റ്റാഫ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലോട്ട് എന്താണ് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ ലീവ് ട്രാവൽ കൺസെഷൻ, അത് എന്താണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ആനുവൽ പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയർ. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ, നമ്മൾ നേരത്തെ പറഞ്ഞ കൺസെഷൻ ലോൺ 20,000 വരെ എന്തല്ല ടാക്സ് കൊടുക്കണ്ട, 20,000 വരെ ടാക്സ് ഫ്രീ ആണ്. ദെൻ കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ഗിവൺ ടു ആൻ എംപ്ലോയി ഫോർ ഒഫീഷ്യൽ ഓർ പേഴ്സണൽ യൂസ്. അതായത് ഇത് നമ്മളവിടെ കണ്ടിരുന്നു യൂസ് ഓഫ് മൂവബിൾ അസറ്റ്. അതായത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയവ അതായത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതല്ല എംപ്ലോയിക്ക്. നമ്മൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് തൽക്കാലത്തേക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ദെൻ ട്രാൻസ്ഫർ വിത്തൗട്ട് കൺസിഡറേഷൻ ടു ആൻ എംപ്ലോയി ഓഫ് എ മൂവബിൾ അസറ്റ് അതർ ദാൻ കമ്പ്യൂട്ടർ ഓർ ഇലക്ട്രോണിക് ഐറ്റംസ് ഓർ കാർ. അതായത് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഐറ്റംസ് അല്ല, കാർ, ഇവ മൂന്നും ഒഴിച്ചുള്ള വേറെ എന്തെങ്കിലും മൂവബിൾ അസറ്റ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യണം. വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്, കൺസിഡറേഷൻ ഇല്ലാതെ. അതായത് എംപ്ലോയർ ഒരു എമൗണ്ടും തിരിച്ച് റിട്ടേൺ വാങ്ങാതെ എംപ്ലോയിക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. അതിലൊരു കാര്യം എന്താണ് ബൈ ദ എംപ്ലോയർ ആഫ്റ്റർ യൂസിങ് ഇറ്റ് ഫോർ എ പീരീഡ് ഓഫ് 10 years ഓർ മോർ. 10 വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 10 വർഷം വരെ 10 വർഷത്തിൽ കൂടുതലോ ഉപയോഗിച്ച ഒരു മൂവബിൾ അസറ്റ് അതർ ദാൻ എന്തൊക്കെ പറയുന്നുണ്ട്, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക് ഐറ്റംസ്, കാർ, ഈ 3 കാര്യങ്ങൾ ഒഴിച്ച്, ഈ 3 ഐറ്റംസ് ഒഴിച്ച് ഇതല്ലാതെ വേറെ ഏതെങ്കിലും മൂവബിൾ അസറ്റ് 10 വർഷത്തിൽ കൂടുതൽ കൈവശം വെച്ചിട്ട് പിന്നീട് എംപ്ലോയിക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ,
കൺസിഡറേഷൻ എന്ന് പറയുന്നത് കൺസിഡറേഷൻ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ എന്നാണ്. അതായത് ഒരു പൈസയും എംപ്ലോയർക്ക് കിട്ടാതെ തന്നെ എംപ്ലോയർ അത് എംപ്ലോയിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ അത് പെർക്വിസിറ്റ്സ് എന്താണ്, ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. നോക്കുക, അവിടെ 10 വർഷം ഉപയോഗിച്ച ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. പിന്നെ പറയുന്നത് ട്രാവലിംഗ് ഫെസിലിറ്റി ടു എംപ്ലോയീസ് ഓർ റെയിൽവേസ് ഓർ എയർലൈൻസ്, ട്രാവലിംഗ് ഫെസിലിറ്റീസ്. പിന്നെ റെന്റ് ഫ്രീ ഫർണിഷ്ഡ് റെസിഡൻസ് provided to an official of parliament, union minister or leader of opposition in parliament. അതായത് എന്താണ്, പാർലമെൻറ്റിലെ മെമ്പേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് റെസിഡൻസ് ടാക്സ് ഫ്രീ ആണ്. കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോടതി ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജിനും ഹൈക്കോടതി ജഡ്ജിനും കൊടുക്കുന്ന കൺവെയൻസ് ഫെസിലിറ്റി ടാക്സ് ഫ്രീ ആണ്. കൺവെയൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ആൻ എംപ്ലോയി ടു കവർ ദ ജേർണി ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് റെസിഡൻസ്, ഓഫീസും വീടും തമ്മിലുള്ള എന്താണ് ആ ഒരു ട്രാവലിങ്ങിന് വരുന്ന കൺവെയൻസ് ഫെസിലിറ്റി ടാക്സ് ഫ്രീ ആണ്, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ദെൻ പീരിയോഡിക്കൽസ് ആൻഡ് ജേർണൽസ് റിക്വയർഡ് ഫോർ ഡിസ്ചാർജ് ഓഫ് വർക്ക്, പീരിയോഡിക്കൽസും ജേർണൽസും എമൗണ്ട് എന്താണ്, ടാക്സ് ഫ്രീ ആണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഐറ്റംസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടതുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഈ പെർക്വിസിറ്റ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, വാല്യൂഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, RFA എന്ന് പറയും. നമ്മൾ എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ടാക്സബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ട പെർക്വിസിറ്റ്സ് ആണ്. ഇനി നോക്കാം, ഫോർ ദ പർപ്പസ് ഓഫ് വാല്യൂഷൻ ഓഫ് ഹൗസ് എംപ്ലോയീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. 2 കാറ്റഗറി ആയിട്ടാണ് എംപ്ലോയീസിനെ തിരിക്കുന്നത്. ഒന്ന് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണ്, രണ്ടാമത്തത് അതർ എംപ്ലോയീസിൻ്റെ കേസാണ്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ if accommodation is provided by the state or central government to their employees, the value of such accommodation is simply the amount fixed by the government called the license fee. അതായത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഈ ഗവൺമെൻറ് ആണ് ഇവർക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ആകുമ്പോഴാണ് അത് എന്താണ് ഒരു പെർക്വിസിറ്റ്സ് ആവുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്താണ് ഇവരുടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ദ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഫീസാണ് ഇവരുടെ ടാക്സബിൾ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെൻറ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലൈസൻസ് ഫീ ആണ് RFAയുടെ വാല്യൂ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അതർ എംപ്ലോയീസിൻ്റെ കേസാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതർ എംപ്ലോയീസിൻ്റെ കേസിൽ നോക്കാം, അതിൽ എന്താണ് മൂന്ന് തരത്തിലാണ് ഈ അതർ എംപ്ലോയീസിൻ്റെ കേസിൽ വരുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ. അക്കോമഡേഷൻ അതായത് എംപ്ലോയറുടെ സ്വന്തം എന്താണ് അക്കോമഡേഷൻ ആണ്, അത് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ, എന്താണ് ഓണറുടെ സ്വന്തം അല്ലെങ്കിൽ എംപ്ലോയറുടെ സ്വന്തമാണ് ഈ എന്താണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസിഡൻസ് എന്ന് പറയുന്നത്. ഇത് എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ എക്സീഡിങ് 25 lakh. ഇവിടെ ഈ അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ 25 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 15% ഓഫ് സാലറിയാണ്. പോപ്പുലേഷൻ നമ്മൾ നോക്കേണ്ടത് 25 lakhന് മുകളിലാണെങ്കിൽ 15% ഓഫ് സാലറിയുടെ 15% നമ്മുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. എത്രയാണ്? 25 ലക്ഷത്തിന് മുകളിലാണ് പോപ്പുലേഷൻ എങ്കിൽ 15%, സാലറിയുടെ 15% നമ്മൾ കാണേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ എന്ന് തരുന്നുണ്ട്, പക്ഷേ പോപ്പുലേഷൻ്റെ എമൗണ്ട് നമുക്ക് തരുന്നില്ല, അല്ലെങ്കിൽ പോപ്പുലേഷൻ എത്രയാണെന്ന് നമുക്ക് തരുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് മുംബൈ, ചെന്നൈ, ഡൽഹി, കൊൽക്കത്ത പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയൊക്കെ ആണെങ്കിൽ നമുക്ക് 25 lakhന് മുകളിലാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ തന്നാൽ നമുക്ക് എന്താണ് 25 lakhന് മുകളിലാണ് പോപ്പുലേഷൻ എന്ന് അസ്യൂം ചെയ്ത് നമുക്ക് ഈ സാലറിയുടെ 15% കാണാം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും സ്യൂട്ടാവുന്ന രീതിയിൽ, നമുക്ക് പോപ്പുലേഷൻ തരുന്നില്ലെങ്കിൽ ഏറ്റവും സ്യൂട്ടാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ അസ്യൂം ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്
എന്താണ് പോപ്പുലേഷൻ 25 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ്. പോപ്പുലേഷൻ 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിൽ വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ 10% ഓഫ് സാലറിയാണ്. പോപ്പുലേഷൻ എത്രയാണ്? 25 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ്. 25 ലക്ഷത്തിൽ താഴെയും 10 ലക്ഷത്തിൽ മുകളിലുമാണെങ്കിൽ, 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലാണ് പോപ്പുലേഷൻ എങ്കിൽ 10% ഓഫ് സാലറിയുടെ 10%. ഇനി പോപ്പുലേഷൻ 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ 7.5% സാലറിയുടെ 7.5% ടാക്സബിൾ ആകുന്നത്. അപ്പോൾ പോപ്പുലേഷൻ 10 ലക്ഷത്തിൽ കുറവാണെങ്കിൽ 7.5% ഓഫ് സാലറിയാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഈ 10% അല്ലെങ്കിൽ 15% സാലറി കണ്ടു, അതിൻ്റെ കൂടെ ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഈ ഫർണിച്ചർ പ്രൊവൈഡഡ് എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 60,000 ആണ് ഫർണിച്ചർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 60,000ൻ്റെ 10% 6,000 രൂപ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൻ്റെ കൂടെ, അതായത് നമ്മളിപ്പോൾ കാണുമല്ലോ 15% സാലറി ആണെങ്കിൽ അല്ലെങ്കിൽ 10% സാലറി കണ്ടുപിടിച്ചതിൻ്റെ കൂടെ ഈ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൂടെ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സാലറി കാണുമ്പോൾ എടുക്കാനുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ഇതിലെല്ലാ കേസും പറഞ്ഞ് ലാസ്റ്റ് നമുക്ക് പറയാം. സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം നമുക്ക് ലാസ്റ്റ് പറയാം. ഇനി ഇത് ഒന്നാമത്തെ കേസാണ് നമ്മൾ പറഞ്ഞത്, അക്കോമഡേഷൻ ഓൺഡ് ബൈ ദി എംപ്ലോയർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ് ഓർ റെൻറ്റ് ബൈ ദി എംപ്ലോയർ. അതായത് എംപ്ലോയർ ഈ അക്കോമഡേഷൻ ലീസിനെടുത്തതാണ് അല്ലെങ്കിൽ എംപ്ലോയർ റെൻറ്റ് കൊടുക്കുന്ന അക്കോമഡേഷൻ ആണെങ്കിൽ, അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ നോക്കും റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ഓർ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. അതായത് എത്രയാണ് എംപ്ലോയർ റെൻറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സാലറിയുടെ 15%, ഇതിലേതാണ് കുറവ് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ആയിട്ട് എടുക്കുക. ഇനി ഇതിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. ഇനി അപ്പോൾ നമ്മളിവിടെ 15% സാലറി നോക്കണം, അതേപോലെ റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയറും കമ്പയർ ചെയ്യണം. ഏതാണ് കുറവ് അതാണ് നമ്മുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ, അതായത് നമ്മൾ എടുക്കുമല്ലോ, ഇതിൽ നിന്ന് ഏതാണ് ലെസ് അതെടുത്തതിൻ്റെ കൂടെ നമ്മൾ ഫർണിച്ചർ ഉണ്ടെങ്കിൽ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ, അല്ലെങ്കിൽ ഇപ്പോൾ ഫർണിച്ചർ എന്താണ് ഹയർ ചെയ്ത ഫർണിച്ചർ ആണെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജസ് അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ കേസിൽ നമുക്ക് എന്താണ് ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, അതിൻ്റെ 10% ഇതിലേതാണോ കുറവ്, അതായത് ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ആണോ കുറവ് അല്ലെങ്കിൽ 15% സാലറി ആണോ കുറവ്, ഏതാണോ കുറവ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ആക്ച്വൽ ഹയർ ചാർജ് അല്ലെങ്കിൽ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യാം. അതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് കേസിൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസാണ് അക്കോമഡേഷൻ ഇൻ ഹോട്ടൽ. ഹോട്ടലിലാണ് അക്കോമഡേഷൻ എങ്കിൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എംപ്ലോയി താമസിക്കുന്നത് 15 ദിവസത്തിൽ കുറവാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ്. എംപ്ലോയി ഹോട്ടലിൽ താമസിക്കുന്നത് 15 ദിവസത്തിൽ കുറവാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ്. 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ നോക്കുന്നത് 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ ചാർജ് വിച്ച് എവർ ഈസ് ലെസ് ആണ്. അതിൽ നിന്നും എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ഹോട്ടൽ ചാർജ് വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ ഈ അക്കോമഡേഷൻ ഇൻ ഹോട്ടൽ എന്നുള്ള കേസിൽ നമ്മൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പോപ്പുലേഷനും തരുവാണ്, അതേപോലെ
എംപ്ലോയർ കൊടുക്കുന്ന റെൻറ്റും തരുവാണെങ്കിൽ നമ്മൾ എന്താണ് അക്കോമഡേഷൻ ഈസ് ടേക്കൺ ഓൺ ലീസ് അല്ലെങ്കിൽ റെൻറ്റ് ബൈ ദ എംപ്ലോയർ എന്നുള്ള കേസാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് പോപ്പുലേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയറും തരുവാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ഇതില്ലേ, അതായത് റെൻറ്റ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓർ 15% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്, ആ ഒരു കേസാണ് നമ്മളതിൽ എടുക്കേണ്ടി വരിക. അതുകൂടി ഒന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കേസിൽ നമ്മൾ ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസിൽ സാലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞു 15% ഓഫ് സാലറി, 10% ഓഫ് സാലറി, 7.5% ഓഫ് സാലറി, then 24% ഓഫ് സാലറി. സാലറി എന്ന് പറയുമ്പോൾ അവിടെ ബേസിക് സാലറി മാത്രമല്ല വരിക, കുറച്ച് ഐറ്റംസ് കൂടെ വരും. അപ്പോൾ അതിൽ എന്ന് പറയുന്നത് ബേസിക് സാലറി, ദെൻ ടാക്സബിൾ ക്യാഷ് അലവൻസ്. നമ്മൾ പറഞ്ഞ എന്താണ്, നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ അലവൻസും ഇവിടെ വരും. ഡി എ ഫോമിംഗ് പാർട്ട് മാത്രമേ വരൂ. എന്താണ് ഡിയർനെസ് അലവൻസ് വെറും ഡി എ വരില്ല, ഡി എ ഫോമിംഗ് പാർട്ട് വരും. അതേപോലെ ബാക്കി നമുക്ക് മുകളിൽ ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ അലവൻസും, നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്ന എല്ലാ ടാക്സബിൾ അലവൻസും നമുക്കിവിടെ എടുക്കാം. CCA, ഇൻ്ററിം റിലീവ് അലവൻസ്, മെഡിക്കൽ അലവൻസ്. പിന്നെ നമുക്ക് ഈ പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസിൻ്റെ ടാക്സബിൾ പോർഷൻ ഉണ്ടാവില്ലേ. ഇപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസ് നമുക്കറിയാം, എന്താണ് കിട്ടിയതിൽ നിന്നും 2 കുട്ടികൾക്ക് മാക്സിമം നമുക്ക് എക്സംഷൻ കിട്ടും. ഒരു കുട്ടിക്ക് ഒരു മാസം 100 രൂപ വെച്ച് മാക്സിമം 2 കുട്ടികൾക്ക് കിട്ടും. അപ്പോൾ ആ എക്സംഷൻ എമൗണ്ട് ഒഴിച്ച് ബാക്കി ടാക്സബിൾ ആവുന്ന എമൗണ്ട് ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് RFA കാണുമ്പോൾ എടുക്കാം. അപ്പോൾ ഓൾ ടാക്സബിൾ അലവൻസ് വരും. പിന്നെ ബോണസ്, കമ്മീഷൻ, മറ്റ് മോണിറ്ററി പേയ്മെൻ്റ് ഒക്കെ എന്തിൽ വരും, ഈ ഒരു റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ കേസിൽ സാലറി എന്ന് പറയുമ്പോൾ വരും. ഇനി ഇതിൽ വരാത്ത ഐറ്റംസ് ആണ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡിയർനെസ് അലവൻസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ബേസിക് സാലറി ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. നമ്മൾ പറഞ്ഞു വെറും DA നമ്മൾ ഒരിക്കലും ഇതിലെടുക്കില്ല. അതായത് ഡിയർനെസ് അലവൻസ് ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുക്കും, ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെങ്കിൽ എടുക്കും. അപ്പോൾ നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് ബേസിക് സാലറി ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഒക്കെ ആണെങ്കിൽ എടുക്കില്ല. അല്ലെങ്കിൽ എന്താണ് വെറും ഡി എന്ന് മാത്രം തന്നാൽ നമ്മൾ എടുക്കില്ല. പിന്നെ അലവൻസസ് വിച്ച് ആർ എക്സംപ്റ്റ് ഫ്രം ടാക്സ്, അതായത് എക്സംപ്റ്റ് അലവൻസ്. അപ്പോൾ പാർട്ട്ലി എക്സംപ്റ്റ് അലവൻസിൽ ഈ എക്സംപ്റ്റ് ആയ പോർഷൻ നമ്മൾ എടുക്കില്ല, ടാക്സബിൾ മാത്രമേ നമ്മൾ എടുക്കൂ. ദെൻ മറ്റ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ഒന്നും നമ്മൾ എടുക്കില്ല. കോൺട്രിബ്യൂഷൻ ടു RPF കാര്യങ്ങളൊന്നും നമ്മളിതിൽ എടുക്കില്ല. അപ്പോൾ ഇതിലെടുക്കുന്ന ഐറ്റംസ് ബേസിക് സാലറി, ടാക്സബിൾ ക്യാഷ് അലവൻസ്, ബോണസ്, കമ്മീഷൻ, മറ്റ് മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ ഇതിൽ എടുക്കും. ഇനി മറ്റ് പെർക്വിസിറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. സ്വീപ്പർ, ഗാർഡനർ ഓർ വാച്ച്മാൻ പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. ഇത് നമ്മൾ പറഞ്ഞെന്താണ്, സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിലാണ് നമ്മളിതൊക്കെ പറഞ്ഞത്. ദ വാല്യൂ ഓഫ് ദ ബെനിഫിറ്റ് ഓർ സർവീസ് ഓഫ് സ്വീപ്പർ, വാച്ച്മാൻ, gardener or person attendant to the employee or any other member of his household shall be the actual cost to the employer. The actual cost in such a case is the total amount of salary paid or payable by the employer for such a service as reduced by any amount paid by the employee for such a service. അതായത് ഇതൊക്കെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് എത്രയാണ്, അല്ലെങ്കിൽ ആക്ച്വലി എത്രയാണ് അവർക്ക് സാലറി കൊടുക്കുന്നത്, അതാണ് ടാക്സബിൾ ആവുന്നത്. ഇഫ് ദ എബോവ് സെർവൻസ് ആർ എൻഗേജ്ഡ് ബൈ ദ എംപ്ലോയർ ഇറ്റ് വിൽ ബി എ പെർക്വിസിറ്റ്സ് ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ് ഓൺലി. നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിലാണ് ഇത് പറഞ്ഞത്. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദി സെർവൻസ് ആർ എംപ്ലോയ്ഡ് ബൈ ദ എംപ്ലോയി and wages of such servants are paid or reimbursed by the employer it will be taxable perquisites for all cases of employees. അതായത് ഈ സെർവൻസിന് എന്താണ് എടുക്കുന്നത് എംപ്ലോയി ആണ്, പക്ഷേ ഈ സെർവൻസിൻ്റെ വേജസ് കൊടുക്കുന്നത് എംപ്ലോയർ ആണ്, അല്ലെങ്കിൽ എംപ്ലോയി കൊടുത്ത ശേഷം അത് എംപ്ലോയർ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയിക്ക് തിരിച്ച് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ് സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ എന്നൊക്കെ പറയുന്നത്. അതായത് എംപ്ലോയർ ആണ് ഇതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നതെങ്കിൽ ഇത് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ടാക്സബിൾ ആണ്. സ്വീപ്പർ, ഗാർഡനർ, വാച്ച്മാൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പേഴ്സൺ അറ്റൻഡൻ്റ് എന്നൊക്കെ പറയുന്നത് എല്ലാ കേസിലും ടാക്സബിൾ ആവും. സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കേസിൽ മാത്രമല്ല, എംപ്ലോയർ ആണ് ഇതൊക്കെ പേ ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയി കൊടുത്ത ശേഷം എംപ്ലോയിക്ക് ഈ എമൗണ്ട് എംപ്ലോയറിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ഇത് ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ്. ഇനി ഫ്രീ സപ്ലൈ ഓഫ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ.
The value of these benefits is taxable in the hands of specified employees. In the case നമ്മൾ ഇതൊക്കെ നോക്കിയത്. The taxable value shall be the amount paid by the employer to the agency supplying these facilities. അതായത് ഈ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിക്ക് എംപ്ലോയർ കൊടുക്കുന്ന എമൗണ്ട് ആണ് ശരിക്കും ഇതിൻ്റെ എന്താണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ സൂപ്പർ ഗാർഡനർ അതും അതേപോലെ തന്നെ ഈ ഗ്യാസ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയതിൽ എംപ്ലോയി എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, എന്താണ് ഇതിൽ നിന്ന് കുറക്കാൻ വേണ്ടി പറ്റും. ഇനി വെറുതെ connection for gas, electricity, water supply is in the name of employee and the bills are paid or reimbursed by the employer. It is an obligation of the employee discharged by the employer. Such a payment is taxable in the case of all employees. അതായത് എംപ്ലോയിയുടെ പേരിലാണ് ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടറിൻ്റെ ഒക്കെ കണക്ഷൻ. പക്ഷെ ബില്ല് പേ ചെയ്യുന്നത് എംപ്ലോയർ ആണ്. അല്ലെങ്കിൽ എംപ്ലോയി പേ ചെയ്ത ശേഷം എംപ്ലോയർ ഇത് എംപ്ലോയിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും എന്താണ് ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് ആണ്. നമ്മൾ സ്വീപ്പറിൻ്റെയും ഗാർഡനറിൻ്റെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് എംപ്ലോയർ ആണത് പേ ചെയ്യുന്നതെങ്കിൽ അത് എല്ലാ എംപ്ലോയീസിൻ്റെ കേസിലും ടാക്സബിൾ ആണ്. ഇനി ഫ്രീ എഡ്യൂക്കേഷൻ്റെ കേസിൽ പറയുന്നത് ഈ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ടു ദ ചിൽഡ്രൻ ഓഫ് എംപ്ലോയി. എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള എന്താണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു ദി ചിൽഡ്രൻ ഓഫ് എംപ്ലോയി. എംപ്ലോയിയുടെ മക്കൾക്ക് എന്താണ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണത് എംപ്ലോയറുടെ സ്കൂളാണെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് ദ വാല്യൂ ഷാൽ ബി നിൽ ഇഫ് ദ കോസ്റ്റ് ഓഫ് സച്ച് എഡ്യൂക്കേഷൻ പെർ ചൈൽഡ് ഡസ് നോട്ട് എക്സീഡ് ₹1000 പെർ മന്ത്. ഒരു മാസം ഒരു കുട്ടിക്ക് എന്താണ് 1000 രൂപയിൽ കുറവാണ് ആവുന്നതെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ്. അതായത് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ 1000 രൂപയാണ് ഒരു കുട്ടിക്ക് ഒരു മാസം ആവുന്നതെങ്കിൽ ആ 1000 രൂപ വരെ എന്താണ് എക്സംപ്റ്റഡ് ആണ്. അത് ടാക്സബിൾ അല്ല. ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എംപ്ലോയിയുടെ മക്കൾക്ക് എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്കൂളാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കേണ്ടത് അതായത് ഒരു കുട്ടിക്ക് ഒരു മാസം 1000 രൂപ വരെ കോസ്റ്റ് ഉണ്ടാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ 1000 വരെ ആണെങ്കിൽ അത് എന്താണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ്. ഈ ഒരു കാര്യം ഇതിൽ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ യൂസ് ഓഫ് മൂവബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ അതർ ദാൻ കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പാണ് ഇവിടെ പറയുന്നത്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒഴികെയുള്ള മൂവബിൾ അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഒഫീഷ്യൽ ആയിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ എന്താണ് അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്സ് ആണ്. ഇനി എംപ്ലോയറുടെ തന്നെ അസറ്റ് ആണെങ്കിൽ 10% ഓഫ് കോസ്റ്റ് അസറ്റ് പെർ ആനമാണ്. അതായത് എത്രയാണോ അസറ്റിൻ്റെ കോസ്റ്റ് അതിൻ്റെ 10% പെർ ആനമാണ് എന്താണ് നമ്മുടെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ അസറ്റ് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒഴികെയുള്ള മറ്റേതെങ്കിലും മൂവബിൾ അസറ്റാണ് യൂസ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ ആ അസറ്റ് നമ്മൾ റെൻറ്റിന് എടുത്തതാണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ ആണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്താണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എംപ്ലോയർ 10 വർഷത്തിൽ കൂടുതൽ ഉപയോഗിച്ച ഒരു അസറ്റ് ആണെങ്കിൽ അത് എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താലോ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ കൊടുത്താലോ എന്തില്ല അതിന് ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഇല്ല. ഇനി ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ് ആണ്. ഇതിൽ കമ്പ്യൂട്ടർ മറ്റ് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എന്താണ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി അസറ്റ് ലെസ് ഡിപ്രീസിയേഷൻ അറ്റ് 50% പെർ ആനം. അതായത് ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം 50% ഡിപ്രീസിയേഷൻ കുറക്കുക. ഇനി മോട്ടോർ കാർ ആണെങ്കിൽ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് 20% പെർ ആനം ഡിപ്രീസിയേഷൻ കുറക്കുക. മറ്റ് അസറ്റ് ആണെങ്കിൽ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് 10% പെർ ആനം ഡിപ്രീസിയേഷൻ കുറക്കുക. അത് ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ ഗിഫ്റ്റിൻ്റെ കേസിൽ ഗിഫ്റ്റ് ഇൻ കൈൻഡ് ഗിവൺ ടു എംപ്ലോയീസ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ഓഫ് വാല്യൂ അപ് ടു ₹5000 ഈസ് നോട്ട് ടാക്സബിൾ. അതായത് ഗിഫ്റ്റ് 5000 രൂപ വരെ ഗിഫ്റ്റ് ഇൻ കൈൻഡ് ആണ് പറയുന്നത്. അതായത് ക്യാഷ് അല്ലാതെ ഗിഫ്റ്റ് ഇൻ കൈൻഡ് എന്ന് പറയുമ്പോൾ എന്തും ആയിക്കോട്ടെ അത് 5000 രൂപ വരെയൊക്കെ ആണെങ്കിൽ എന്തല്ല ടാക്സബിൾ അല്ല. ഗിഫ്റ്റ് ടു എംപ്ലോയീസ് ഇൻ ക്യാഷ് ഓർ കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് ഈസ് ഫുള്ളി ടാക്സബിൾ. ക്യാഷിലാണെങ്കിൽ അല്ലെങ്കിൽ ക്യാഷിലോട്ട് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ഫുള്ളി ടാക്സബിൾ തന്നെയാണ്. ഗിഫ്റ്റ് ഇൻ കൈൻഡ്
ക്യാഷ് അല്ലാത്ത ആണെങ്കിൽ 5000 രൂപ വരെ ടാക്സബിൾ അല്ല. ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി ഈ ഒരു ഫ്രീ മീൽസിൻ്റെ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഫ്രീ മീൽസിൻ്റെ കേസിൽ പറയുന്നത് അതായത് ഇൻ എക്സസ് ഓഫ് ₹50 പെർ മീൽ ആണ് ടാക്സബിൾ ആവുന്നത്. ഇപ്പോൾ 60 രൂപയാണ് മീലിനെങ്കിൽ ആ 10 രൂപയാണ് ടാക്സബിൾ ആവുന്നത്. 50 രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. 60 ആണെങ്കിൽ 10, ഇപ്പോൾ 70 ആണെങ്കിൽ ആ 20 രൂപയാണ് ടാക്സബിൾ ആവുന്നത്. അപ്പോൾ എന്താണ് ഇൻ എക്സസ് ഓഫ് 50 പെർ മീലാണ് ടാക്സബിൾ ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ മോട്ടോർ കാറിൻ്റെ കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. അധികം ക്വസ്റ്റ്യനിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കാറ് ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് നില്ലാണ്. കാറ് ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നതും എംപ്ലോയർ ആണ്. ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നില്ലാണ്. ഇനി കാറിൻ്റെ ഓണർ എംപ്ലോയർ ആണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. പ്രൈവറ്റ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓൺ കാർ പ്ലസ് സാലറി ഓഫ് ഡ്രൈവർ പ്ലസ് 10% കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും, അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് കുറക്കാം. കൂടുതലും എന്താണ് രണ്ട് പർപ്പസിനും, പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്തതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് കാറ് ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. പാർട്ട്ലി പ്രൈവറ്റ് ആൻഡ് പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. കൂടുതൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്യൂബിക് കപ്പാസിറ്റി 1.6 ലിറ്ററിനേക്കാൾ അല്ലെങ്കിൽ 1600 cc-നേക്കാൾ കുറവായ കാറാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 1600 cc-നേക്കാൾ കുറഞ്ഞ കാറിനെ നമ്മൾ സ്മോൾ കാർ എന്ന് പറയും. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കുക, സ്മോൾ കാറാണോ ലാർജ് കാറാണോ നോക്കാം. സ്മോൾ കാർ എന്ന് പറയുന്നത് 1600 cc-നേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ കുറവാണെങ്കിൽ 1800 പെർ മന്താണ് വരിക. ക്യൂബിക് കപ്പാസിറ്റി 1600 cc-നേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ കുറവാണെങ്കിൽ 1800 പെർ മന്താണ് കാറിൻ്റെ കേസിൽ വരിക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്മോൾ കാറാണെന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് ആൻഡ് പാർട്ട്ലി ഫോർ ഒഫീഷ്യൽ ആണെങ്കിൽ 1800 ഇൻറ്റു 12 ആണ് നമ്മൾ ചെയ്യേണ്ടത്. പ്ലസ് ഡ്രൈവർ പ്രൊവൈഡഡ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നാൽ മാത്രം എന്ത് ചെയ്യുക, ഈ 1800-ൻ്റെ കൂടെ പ്ലസ് 900 ആഡ് ചെയ്യുക. അതായത് 1800 പ്ലസ് 900 ഇൻറ്റു 12 ചെയ്യുക. ഡ്രൈവർ പ്രൊവൈഡഡ് എന്ന് തന്നാൽ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യരുത്. പിന്നെ അധികം കേസിലും അധികം പേരും 1800 മാത്രം ചെയ്ത് വെക്കാറുണ്ട്. മന്ത്ലി ആണ് ഈ 1800 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് നമ്മൾ ഇൻറ്റു 12 ചെയ്യണം. 1800 പെർ മന്താണ്. പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 1800 പ്ലസ് 900 ഇൻറ്റു 12 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ലാർജ് കാറാണെന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ കൂടിയ കാറാണ്, അല്ലെങ്കിൽ 1600 cc-നേക്കാൾ കൂടിയ കാറാണെങ്കിൽ 2400 പെർ മന്താണ് വരിക. ഈ 1800 പകരം 2400 പെർ മന്താണ് വരിക. അപ്പോൾ 2400 ഇൻറ്റു 12 പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 2400 പ്ലസ് 900 ഇൻറ്റു 12 വരും. 2400 പ്ലസ് 900 ഇൻറ്റു 12. അപ്പോൾ ഇതാണ് കൂടുതൽ കേസിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ എംപ്ലോയറുടെ കാറാണ്, എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്മോൾ കാറാണെങ്കിൽ, അല്ലെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ കുറഞ്ഞ കാറാണ്, അല്ലെങ്കിൽ 1600 cc-നേക്കാൾ കുറഞ്ഞ കാറാണെങ്കിൽ 1800 പെർ മന്ത് പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 1800 പ്ലസ് 900 ഇൻറ്റു 12 ആണ് ചെയ്യേണ്ടത്. ഇനി ഇതേ കേസിൽ ലാർജ് കാറാണെങ്കിൽ, അല്ലെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ കൂടുതൽ ആയ കാറാണ്, ക്വസ്റ്റ്യൻ നമുക്ക് തരും, അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ ലാർജ് എന്ന് തരും. ലാർജ് എന്ന് പറയുമ്പോൾ 1600 cc-നേക്കാൾ കൂടിയ കാറാണ്, അപ്പോൾ 2400 ഇൻറ്റു 12 ആണ്. ഇനി ഡ്രൈവർ ഉണ്ടെങ്കിൽ 2400 പ്ലസ് 900 ഇൻറ്റു 12. ഈ 900 എന്നൊക്കെ പറയുന്നത് അവിടെ ഫിക്സഡ് ആണ്. ഈ 1800 2400 അവിടെ ഫിക്സഡ് എമൗണ്ട് ആണ്. അത് സ്മോൾ കാറിനും ലാർജ് കാറിനും അനുസരിച്ച് ആണ് മാറുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കാറിൻ്റെ ഓണർ എംപ്ലോയർ ആണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് നില്ലാണ്. ഇനി കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. ഫുള്ളി പ്രൈവറ്റ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സ്പെൻഡിച്ചർ ഓൺ കാർ
പ്ലസ് സാലറി ഓഫ് ഡ്രൈവർ പ്ലസ് 10% ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെയാണ്. ഇനി കാർ ഓൺ ചെയ്യുന്നത് എംപ്ലോയർ ആണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. പാർട്ട്ലി പ്രൈവറ്റ് ആൻഡ് പാർട്ട്ലി ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ 1.6 ലിറ്ററിനേക്കാൾ കുറഞ്ഞ കാറാണെങ്കിൽ, അല്ലെങ്കിൽ 1600 cc കുറഞ്ഞ കാറാണെങ്കിൽ, അല്ലെങ്കിൽ സ്മോൾ കാറാണെങ്കിൽ എത്രയാണ് വരിക? 600 പെർ മന്താണ് വരിക. 1800 പകരം 600 പെർ മന്താണ്. പ്ലസ് എന്താണ്, ഡ്രൈവർ ഉണ്ടെങ്കിൽ 900. അപ്പോൾ 600 പ്ലസ് 900 ഇൻറ്റു 12 വരും. ഇനി ലാർജ് കാറാണെങ്കിൽ, അല്ലെങ്കിൽ 1.6 ലിറ്ററിനേക്കാൾ കൂടിയ കാറാണെങ്കിൽ 600 പകരം 900 ആണ് വരിക. 900 പെർ മന്താണ്. അപ്പോൾ 900 പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 900 ഇൻറ്റു 12. 900 പ്ലസ് 900 ഇൻറ്റു 12 വരും. അപ്പോൾ ഇത് എന്താണ്, എംപ്ലോയറുടെ കാറാണ്. എംപ്ലോയിയാണ് എക്സ്പെൻസ് നോക്കുന്നതെങ്കിൽ എന്താണ്, സ്മോൾ കാറാണെങ്കിൽ 600 പ്ലസ് 900 ഇൻറ്റു 12 ഡ്രൈവർ ഉണ്ടെങ്കിൽ. ഇനി ഡ്രൈവർ ഇല്ലെങ്കിൽ 600 ഇൻറ്റു 12. ഇനി ലാർജ് കാറാണെങ്കിൽ 900 പ്ലസ് 900 ഇൻറ്റു 12 ഡ്രൈവർ ഉണ്ടെങ്കിൽ. ഡ്രൈവർ ഇല്ലെങ്കിൽ 900 ഇൻറ്റു 12 വരും. കൂടുതൽ കേസിലും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ കാറാണ്. എംപ്ലോയറാണ് എക്സ്പെൻസ് എടുക്കുന്നതെങ്കിൽ ഒഫീഷ്യൽ പർപ്പസിനാണെങ്കിൽ നെല്ലാണ്. സെക്കൻഡ് കേസ് എംപ്ലോയിയുടെ കാറാണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. പ്രൈവറ്റ് പർപ്പസ് ആണെങ്കിൽ എക്സ്പെൻസ് എത്രയാണ് ലെസ് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറക്കാം. പിന്നെ മൂന്നാമത്തെ കേസ് എംപ്ലോയിയുടെ കാറാണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ ലെസ് ദ എമൗണ്ട് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. എത്രയാണ് ഒഫീഷ്യൽ പർപ്പസിൻ്റെ നമുക്ക് ചിലവായ എമൗണ്ട്. അത് എന്താണ്, സ്മോൾ കാറാണെങ്കിൽ 1500 പെർ മന്തും ലാർജ് കാറാണെങ്കിൽ 2400 പെർ മന്തുമാണ്. ഡ്രൈവർ ഉണ്ടെങ്കിൽ അവരുടെ സാലറി കൂടെ കൂട്ടി 900 കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കുറക്കുന്നത്. അതായത് ടോട്ടൽ എംപ്ലോയർക്ക് എത്ര എക്സ്പെൻസ് ഇൻകർ ചെയ്തു ലെസ് അതിൽ നിന്ന് ഈ ഒഫീഷ്യൽ പർപ്പസിൻ്റെ എമൗണ്ടാണ് കുറക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കേസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതായത് ആദ്യത്തെ ഇതിൽ എംപ്ലോയറുടെ കാറാണ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും ഉപയോഗിക്കുകയാണെങ്കിൽ സ്മോൾ കാറാണെങ്കിൽ 1500 പെർ മന്ത് പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ 1500 പ്ലസ് 900 ഇൻറ്റു 12. ലാർജ് കാറാണെങ്കിൽ 2400 പ്ലസ് 900 ഇൻറ്റു 12 ഡ്രൈവർ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഡ്രൈവർ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യണ്ടൂ. അത് ഇല്ലെങ്കിൽ ഈ 1500 ഇൻറ്റു 12 അല്ലെങ്കിൽ 2400 ഇൻറ്റു 12. ഇതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. ഈ എമൗണ്ട് കൃത്യമായിട്ട് ഓർത്തിരിക്കുക.